ഒരു മെമ്പറാണ്. മെമ്പറെ പരാമർശിച്ച് പേരെഴുതിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോലീസ് കൺട്രോൾ കൂടി പോയത്. കാരണം അവിടെ വന്ന് പരിശോധിച്ച് നേർക്കാഴ്ചകളായിട്ട് ഈ ജലം ഞങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ശുചിത്വ മിഷൻ നിങ്ങളടക്കം ജെഡിന്റെ ഓഫീസ്, അതേപോലെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇതിന്റെ പിന്നെ പഞ്ചായത്തിന്റെ എല്ലാ അതോറിറ്റികളും കൂടി ഒരുമിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് ഈ പിന്നെ കലക്ടറാണ് ഇതിന് ഓർഡർ എടുത്തത്. അവരിവിടെ വന്നിട്ട് നേർരേഖയിൽ കാണുകയാണ് കറക്റ്റായിട്ട് ഈ പുഴയിലേക്ക് ഇത് ഒഴുകുന്നത്. അത് പുഴയുടെ സൈഡിലെ തോട്, ആ തോടിന്റെ സൈഡിലേക്ക് വെള്ളം അവിടെ വന്നപ്പോൾ തന്നെ കറുത്ത ജലം ഇങ്ങനെ കിടക്കുക, അതായത് ഈ ചീഞ്ഞളിച്ച വേസ്റ്റ്. അതിൽ നമ്മളൊരു പിന്നെ ഒരാൾ ഇതിൽ ചലം കൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നെയ്യ് ഇത് 5 വർഷമായി തുടരുന്ന ഇത് 5 വർഷമായി തുടരുന്ന ഈ പുഴയിലേക്ക് 100% ഒരു മാലിന്യം ഒഴുക്കാൻ തുടങ്ങിയത് ഈ കമ്പനി തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയത്. നിങ്ങൾക്ക് ഇതിനെ അറിയില്ല, നിങ്ങൾ പഠിച്ചു വരുന്നല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇവർ ഈ സ്ലറി എന്ന സാധനം അവസാനം വേസ്റ്റ് ആവുന്നത്, ഈ സ്ലറിയാണ് ഇവർക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇതുവരെ സംവിധാനമില്ല. ഇത് ഇവർക്ക് പുഴയിലേക്ക് ഒഴുക്കാം എന്ന ഒരു ഉദ്ദേശശുദ്ധിയോട് മാത്രമാണ് ഇവർ ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഇത് വേസ്റ്റ് ഒഴുക്കാൻ ഇവർക്ക് സ്ഥലമല്ല. എന്നിട്ട് ഇവർ ഈ സ്ലറി എന്താ ചെയ്യുന്ന അറിയോ? കുറച്ച് ദൂരങ്ങൾ ഞങ്ങൾ എടുത്തിരുന്നു കേട്ടോ. അവിടെ അതുപോലെ ഈ പുഴയുടെ തീരത്ത് 100ഓളം കുഴികൾ എടുത്തിട്ട് ഇവർ കുഴിച്ചു മൂടുക. ഈ 5 വർഷമായിട്ട് ഇവർ ഇതാ ചെയ്ത്. ഇത് 2500 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ ഒന്നും ആളുകൾ താമസമല്ല, ഒരു റിമോട്ട് ഏരിയ. അതുപോലെ തന്നെ ഈ ഉടമകളൊക്കെ കോഴിക്കോട് പല സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവരൊന്നും എന്നാൽ ഇത് കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ ഇവരിവിടെ തള്ളുക. ഇത് തോട്ടിക്കൂടെയും ചെറിയ ചെറിയ കൈവഴികളൊക്കെ ആയിട്ട് ഇത് പുഴയിലേക്ക് എത്തുക. അതുകൊണ്ട് 100% ആ പുഴ മലിനമായി കഴിഞ്ഞു. ഇതുവരെ ഇവർക്ക് ഇത് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇതാക്കുന്ന ഒരു വീഡിയോ നോക്കിയുണ്ടോ? ഇവർ ഈ ബിൽഡിംഗ് കെട്ടിപ്പൊക്കുമ്പോൾ അതിന്റെ അടിയിൽ ഇതുപോലെ 12 ഇഞ്ചിന്റെ പൈപ്പുകളുണ്ട്. ഈ പൈപ്പിന്റെ ഇടയിൽ കൂടെ ഈ പത ഉണ്ടോ? ഞങ്ങളുടെ പുഴയിൽ ഇതാക്കുന്ന ഇപ്പോഴും കാണാം ഇതുപോലത്തെ പത ഉണ്ടോ? അതിരാവിലെ ഈ സാധനം ഒഴുക്കി വിടുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് സൗമ പറയും ഇതങ്ങ് അടച്ചാൾ വേണ്ടി ഇത് ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയുണ്ട്. അതേപോലെ ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഈ സാധനങ്ങൾ ഒലിച്ചറിഞ്ഞു വേസ്റ്റ്. അപ്പൊ അത് ഞങ്ങളോട് സംസാരിച്ചു 100% ഒക്കെ. നിങ്ങളുടെ ശുചിത്വ മിഷനിലെ ആൾ അന്ന് പറഞ്ഞത് അറിയോ? എന്ത് നിയമവിരുദ്ധമായ പ്രശ്നമാണ് നടക്കുന്നത്, എത്ര മൃഗീയാണ്, എന്താണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ഒരു ലേഡി ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊരു ആശ്വാസമായി, 100% ഇത് സത്യാവസ്ഥ അവർക്ക് മനസ്സിലായല്ലോ. സൗമ്യ ഞങ്ങളോട് പറഞ്ഞു ഓക്കെ റെഡിയാണ്, ഇതൊക്കെ ഭയങ്കര പ്രശ്നം തന്നെ, താഴെ വേസ്റ്റ് ഉണ്ട്, പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഇതേ സൗമ്യ നേരെ നിങ്ങൾ ഉദ്യോഗസ്ഥരടക്കം നേരെ അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. ഞങ്ങൾക്ക് ഇൻഡസ്ട്രി ഓർഡറുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഈ 2 വാർഡ് മെമ്പർമാർ മാത്രം അങ്ങോട്ട് കയറി. അതിന്റെ ഉള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞ് നോക്കി പറഞ്ഞിട്ട് മുതലാളിമാരെ അങ്ങോട്ട് തൊള്ളിൽ കൈയിട്ടിട്ട് സൗമ്യ പറയാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അതുകൊണ്ട് നീ നാളെ തന്നെ ആ തോടൊന്ന് വൃത്തിയാക്കി പുറത്തേക്കുള്ള പൈപ്പുകളൊക്കെ അടയ്ക്കുക. അത് ചെയ്തു. അങ്ങനെ ചെയ്തു പോന്ന ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് കരിവെള്ളല്ലേ അങ്ങോട്ട് ചാടുന്നത്? സൗമ അങ്ങോട്ട് മേഡം കരിവെള്ളാണ് ചാടുന്നത് ഒരു പറയാ. അങ്ങനെ തന്നെ ഇത് കരിവെള്ളാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ റിപ്പോർട്ടിൽ എഴുതിയാണ് സൗമ കരിവെള്ളാണ്, ആ മഴവെള്ളവുമാണ് ആ താഴോട്ട് ആ മതിലിനുള്ളിൽ കൂടി ഇതാകുന്നത്. അവരോട് അങ്ങോട്ട് അവർക്ക് അറിയാത്ത കാര്യമാണ്. സൗമ്യ മേഡം പറഞ്ഞു കൊടുക്കാണ് ഈ കരിവെള്ളാണില്ലേ, ഈ ചിരട്ട ചുട്ട കരിവെള്ളാണില്ലേ അങ്ങോട്ട് ഇറങ്ങുന്നത്. അത് ആ സ്ലേറി അന്നൊരു ഇവര് പറഞ്ഞു കൊടുത്ത് അതല്ല മേഡം. അപ്പൊ ഇവരോട് തിരിച്ചു പറയുന്നത് അവിടെ ടാങ്ക് ഉണ്ട്, ആ ടാങ്ക് ഈ ടാങ്ക് ക്ലീൻ ആക്കി രാത്രി ഇവരെന്ത് ചെയ്യുമെന്നറിയോ? രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഇത് മെല്ലെ പൊന്തിച്ചിട്ട് പൊക്കിയിട്ട് ഷട്ടർ പൊക്കിയിട്ട് നേരെ പൈപ്പിലൂടെ പോകും. ഇവിടെ കുഴിച്ചിട്ട് ആ സ്ഥലത്ത് കുഴിച്ചിട്ട് അവിടെ 6 ഇഞ്ച് പൈപ്പ് തോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ മണ്ണ് വാന്തി കണ്ടുപിടിച്ചതാണ്. ഇത് ഞങ്ങൾ കാട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ അത് ഏതോ കാലത്തുള്ളതാണ്, ഇവരുടെ സ്ഥലമല്ല, ഇവരുടെ സ്ഥലം ആ ഭാഗത്ത് തെളിവുകൾ നേരെ എന്താണോ പറയുന്നത് അതിലൊന്നും കൂടി ഉഷാറായിക്കൊണ്ടാണ് ഈ സൗമാമേടം പറയുന്നത്. ഫ്രഷ് കട്ടിന്റെ ഓണേഴ്സിന്റെ മുമ്പ് പറഞ്ഞതാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിളിച്ചു പറഞ്ഞാണ് ഇത് ഈ സ്ഥലം എടുക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ പൈപ്പാണ് ഈ വലിയ ഈ ഇഞ്ചിലുള്ള പൈപ്പ്. അതേ റിപ്പോർട്ടാണ് ഈ സൗമ എഴുതുന്നത്. കലക്ടർ ചോദിച്ചു സൗമാമേടത്തോട് അവര് തരുന്ന റിപ്പോർട്ട് നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഓക്കെ, ഇന്നലെ ഞാൻ ചോദിച്ചു അവർ ഓഫീസിൽ പോയി ചോദിച്ചു മേഡം നിങ്ങൾ 2 കാര്യത്തിന് ഉത്തരം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പ്രാവശ്യം അവിടെ വന്നിട്ട് പരിശോധന നടത്തി എന്തെങ്കിലും ഒരു കാര്യം അവിടെ നിയമലംഘനം നടന്നിട്ട് നിങ്ങളൊന്നും സമ്മതിച്ചില്ലെന്ന് വെച്ചു. അതിനൊന്നും മിണ്ടുന്നില്ല. 4 മാസമായ ഒരു ചാവിള്ള, 4 മാസമായ ഒരു ചാവിള്ള റിപ്പോർട്ടൊക്കെ ഉണ്ട്. എല്ലാ റിപ്പോർട്ട് അനുകൂലമായില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ട് ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഞാൻ കൊടുക്കും. അല്ല ഇതേ ഇത്രത്തോളം ഞങ്ങള് എന്തെങ്കിലും ഒരു നിയമം അവിടെ നടക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് നോംസുകൾ ഓരോ വർഷവും എഴുതി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നിയമം അവിടെ നടക്കുന്നുണ്ടോ? അതിനും മറുപടി
അതൊക്കെ ഓരോട് പറയുക. അതൊക്കെ പിന്നെ ഇതൊക്കെ സംവിധാനങ്ങൾ പറയുന്നത് 5 വർഷമായി ഇവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈ സമയം വരെ ഞങ്ങളെ ജനുവൻ ആയിട്ടുള്ള പ്രശ്നം, ഈ പൊല്യൂഷന്റെ പ്രശ്നം ഇതുവരെ ഒരു മാറ്റമില്ല. ഇന്നലെ രാത്രി വരെ വീട്ടിൽ നിന്ന് കിടന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങാൻ ആൾക്കാർ, ചെറിയ കുട്ടികളടക്കം ഉണക്കൽ മീൻ അടുപ്പിലിട്ടിട്ട് അതിന്റെ വാസന കേട്ടിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗതികേട് ഒരു ജനതക്ക് ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്നലത്തെ കളക്ടറേറ്റ് മാർച്ചിൽ 2500ഓളം പെണ്ണുങ്ങളാണ് പങ്കെടുത്തത്. ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ ഗ്രൂപ്പിൽ കൂടി പറഞ്ഞില്ല. എത്ര സമരം ഇവരൊക്കെ വീട്ടിലെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി വന്നു സമരം അടിച്ചതാ. ഞാനൊക്കെ സാറേ 3 വർഷം എൻഹീലർ വലിച്ചോണ്ടിരിക്കുക, ശ്വാസം മുട്ടിയിട്ട്. ചൊറിച്ചിലും കാര്യങ്ങളും വേറെ. പാക്കറ്റുകളുണ്ട്, പല ഗുളികകൾ ഇങ്ങനെ പരീക്ഷിക്കാൻ ഈ ജനങ്ങളെ മാറി താമസിക്കാനാ പറയുന്നത്. ഇവിടുന്ന് എന്റെ വീട്ടിൽ, അതായത് ഈ ഫ്രഷ് കട്ട് കമ്പനിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഗർഭം ധരിച്ച അന്ന് മുതൽ ഈ വാസന കൊണ്ട് അങ്ങനെ ഈ വൊമിറ്റ് കൂടി ബ്ലീഡിങ് വന്ന് ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ പോയി വെളുക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ല. അതായത് 4 മാസമാണ്. അതായത് കുട്ടി മരിച്ചു പോയി. ലാസ്റ്റ് 3 ദിവസം അവിടെ നിന്നതിന് ശേഷം ഒരു പറഞ്ഞ ഇത് ഫുള്ള് റിപ്പോർട്ട് കിട്ടാണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ റിപ്പോർട്ടിന് അയച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന് അയച്ചപ്പോൾ റിപ്പോർട്ട് മൊത്തം വന്നു. റിപ്പോർട്ട് വന്നപ്പോൾ വെച്ച് എന്റെ ശരീരത്തിൽ ഈ ശ്വസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഫാക്ടറികൾ ഉണ്ടോ ഓക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഓള് വന്നിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. പിന്നെ ഓള് പറഞ്ഞു നമ്മൾ വീടിന്റെ അടുത്ത് ഒരു കമ്പനി ഉണ്ട്, അവിടുന്ന് രാത്രി ആകുമ്പോൾ അങ്ങനെ ഒരു പുക വരുന്നുണ്ട്. അതാണ്. അപ്പൊ ഞാൻ ഓളിനെ വിളിച്ചപ്പോൾ ഞാൻ പ്രൊഫസർ അടുത്ത് ചെന്ന് മെഡിക്കൽ കോളേജിലെ അങ്ങനെ സംഭവം ഉണ്ട്, അമോണിയ ഉള്ള ഒരു പുകയാണ് വരുന്നത്, വീട്ടിനുള്ളിലേക്കാണ് വരുന്നത്. അത് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ജനവര അടക്കാൻ വിട്ടുപോയാൽ നമുക്ക് ഡൈനിങ് ഹാളിൽ ഡോക്ടർമാർ പറയുന്നത് മാറി താമസിക്കാൻ. അത് തന്നെയാണ്. ആ റിപ്പോർട്ട് വേറെ പോലെ എഴുതി, ആ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് വെച്ചും കാഞ്ഞ് ഇപ്പൊ